പാറക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കരുണയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കുക. ഈ നല്ല അവസരത്തിനായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ നാം എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുകയാണ്, ധ്യാനിക്കുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ ഏറ്റവും വലിയ മുഖാന്തരമാണ് ദൈവസന്നിധിയിൽ പാപങ്ങൾ അനുദപിച്ച് ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കുക. കാരണം ഒരു മനുഷ്യൻ്റെ അനുഗ്രഹത്തിന് ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് ആ വ്യക്തി ചെയ്യുന്ന പാപമാണ് എങ്കിൽ, പരിശുദ്ധനായ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ ഏറ്റവും വലിയ തടസ്സം പാപമാണെങ്കിൽ, പാപമോചനം അനുഗ്രഹത്തിന് കാരണമാണ്. എന്താണ് പാപമെന്ന് തിരിച്ചറിഞ്ഞ് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കുമ്പോൾ അത് വലിയ അനുഗ്രഹത്തിൻ്റെ പെരുമഴ നമ്മുടെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങുവാൻ അത് കാരണമായി തീരും, മുഖാന്തരമായി തീരും. അങ്ങനെയാണെങ്കിൽ എന്താണ് പാപമെന്ന് നമുക്ക് പരിശോധിക്കാം. എന്താണ് പാപമെന്ന് പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ നിയമം ലംഘിക്കുന്നതാണ് പാപം. എന്താണ് ദൈവത്തിൻ്റെ നിയമം? വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ ദൈവത്തിൻ്റെ നിയമമാണ്. എന്നാൽ ഈ നിയമങ്ങളെല്ലാം മനുഷ്യരെ അനുസരിക്കാൻ വേണ്ടി ദൈവം 10 നിയമങ്ങളാക്കി നൽകിയിരിക്കുകയാണ്. ഈ 10 നിയമങ്ങളിൽ പ്രധാനപ്പെട്ടൊരു നിയമമാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 14-ാം വാക്യം, വ്യഭിചാരം ചെയ്യരുത്. വ്യഭിചാരം എന്താണെന്ന് ചോദിച്ചാൽ, വ്യഭിചാരം എന്നത് അവിഹിത വേഴ്ച എന്നാണ് വ്യഭിചാരത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. അവിഹിത വേഴ്ച എന്ന് പറഞ്ഞാൽ നിയമപരമല്ലാത്ത ശാരീരബന്ധം. ഞാൻ വിവാഹം എന്ന കൂതാശയിലൂടെ സ്വന്തമാക്കാത്ത ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഞാൻ ഏർപ്പെട്ടാൽ അത് വ്യഭിചാരമാണ്, അത് പാപമാണ്. പഴയ നിയമത്തിൽ വ്യഭിചാരം ചെയ്താൽ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് കർത്താവിൻ്റെ കൽപ്പന. എന്നാൽ പുതിയ നിയമത്തിൽ വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, വ്യഭിചാരം ചെയ്തിട്ട് അനുദപിക്കാൻ അവസരം ലഭിച്ചിട്ടും അനുദപിക്കാത്തൊരു വ്യക്തിയുടെ ജീവിതത്തിൽ അത് രോഗത്തിനും കഷ്ടതയ്ക്കും മക്കളുടെ മരണത്തിനും കാരണമായി തീരുമെന്ന് വെളിപ്പാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ കർത്താവിന്റെ വചനം വെളിപ്പെടുത്തുകയാണ്. ഈ വ്യഭിചാരത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ പലരും പറയും, ഞാനങ്ങനെ ഒരു വ്യഭിചാരം ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ദൈവത്തിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ വ്യഭിചാരത്തിന് തുല്യമായ മറ്റു പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വ്യഭിചാരം തന്നെയാണെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയ വ്യഭിചാരത്തിന് തുല്യമായ ചില പ്രവൃത്തികളെക്കുറിച്ച് നാം ഇപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് തിരിച്ചറിഞ്ഞ് അങ്ങനെ വ്യഭിചാരം എന്ന പാപം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ അനുതാപത്തോടെ, കണ്ണുനീരോടെ, ദൈവമേ അവിടുത്തെ പരിശുദ്ധമായ ആലയമായ എൻ്റെ ശരീരം പാപത്തിന് വിട്ടുകൊടുത്തു, ഞാൻ പാപം ചെയ്തു പോയി എന്ന് സമ്മതിച്ച് അനുദപിച്ച് പാപക്ഷമ സ്വീകരിക്കുമ്പോൾ അതിലൂടെ നമുക്ക് വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങാൻ മുഖാന്തരമായി തീരും. അതുകൊണ്ട് വ്യഭിചാരത്തിന് തുല്യമായ ചില പ്രവൃത്തികൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തുകയാണ്. എന്താണ് വ്യഭിചാരത്തിന് തുല്യമായ പ്രവൃത്തി? അവിഹിത വേഴ്ച, നിയമപരമല്ലാത്ത ശാരീരബന്ധം, അത് വ്യഭിചാരമാണ് എങ്കിൽ അതിന് തുല്യമായ ചില പ്രവൃത്തികൾ നാം പരിശോധിക്കുകയാണ്. വ്യഭിചാര തുല്യമായൊരു പ്രവൃത്തിയാണ് ആസക്തിയോടെയുള്ള സ്പർശനം. ആസക്തിയോടുള്ള സ്പർശനം വ്യഭിചാരം തന്നെയാണ്. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ സദൃശ്യവാക്യങ്ങൾ 6-ാം അധ്യായം 29-ാം വാക്യം പരിശോധിക്കുമ്പോൾ അവിടെ കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു, അയൽപക്കക്കാരൻ്റെ ഭാര്യയെ പ്രാപിക്കുന്നവനും അവളെ സ്പർശിക്കുന്നവനും ശിക്ഷ ഏൽക്കാതിരിക്കുകയില്ല. വ്യഭിചാരത്തിന് തുല്യമായ അല്ലെങ്കിൽ വ്യഭിചാരം തന്നെയായ ഒരു പ്രവൃത്തിയാണ് ആസക്തിയോടെയുള്ള സ്പർശനം. ഇവിടെ കർത്താവിന്റെ വചനം പറയുകയാണ്, അയൽക്കാരൻ്റെ ഭാര്യയെ പ്രാപിക്കുന്നവനും അവളെ സ്പർശിക്കുന്നവനും ശിക്ഷ ഏൽക്കാതിരിക്കുകയില്ല. അപ്പോൾ സ്പർശനം, ആസക്തിയോടുള്ള സ്പർശനം വ്യഭിചാരം തന്നെയാണ്. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ സ്പർശിക്കുന്നതും ഒരു പുരുഷൻ ഒരു സ്ത്രീ ഒരു പുരുഷനെ സ്പർശിക്കുന്നത് ഒരിക്കലും തെറ്റല്ല. സ്പർശനം ഒരിക്കലും തെറ്റല്ല. തെറ്റാണെങ്കിൽ ഒരു പിതാവിന് സ്വന്തം മകളെ സ്പർശിക്കാൻ അനുവാദമില്ല. തെറ്റാണെങ്കിൽ ഒരു അമ്മയ്ക്ക് സ്വന്തം മകനെ സ്പർശിക്കാൻ അനുവാദമില്ല. അപ്പോൾ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ സ്പർശിക്കുന്നതും ഒരു സ്ത്രീ ഒരു പുരുഷനെ സ്പർശിക്കുന്നതും ഒരിക്കലും തെറ്റല്ല. എന്നാൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ആസക്തിയോടെ സ്പർശിച്ചാൽ ആ പുരുഷൻ ആ സ്ത്രീയുമായി വ്യഭിചാരം എന്ന പാപം ചെയ്തു. അത് സ്വന്തം പിതാവായിക്കൊള്ളട്ടെ. പിതാവ് സ്വന്തം മകളെ ആസക്തിയോടെ സ്പർശിച്ചാൽ അത് വ്യഭിചാരം തന്നെയാണ്. ഒരമ്മ മകനെ സ്പർശിക്കുന്ന ഒരു തെറ്റല്ല. പക്ഷേ ഒരമ്മ തൻ്റെ മകനെ ആസക്തിയോടെ, ജഡികമായ ആസക്തിയോടെ, ലൈംഗികമായ ആസക്തിയോടെ സ്പർശിച്ചാൽ അത് വ്യഭിചാരം തന്നെയാണ്, അത് പാപമാണ്. അങ്ങനെ ചെയ്തു പോയ പാപം നാം അനുദപിക്കണം, ഏറ്റുപറയണം, പാപക്ഷമ സ്വീകരിക്കണം. പലപ്പോഴും ഇത് പാപമാണെന്നറിയാതെ എത്രയോ വ്യക്തി ജീവിതങ്ങളാണ് ഇതൊരു ബലഹീനതയായി കാണുന്നത്. ഇത് ബലഹീനതയല്ല, ഇത് പാപം തന്നെയാണ്. ഒരുപക്ഷെ
സ്വന്തം മാതാപിതാക്കൾ പോലും ദുരുപയോഗിക്കപ്പെട്ട മക്കൾ, സ്വന്തം സഹോദരനാൽ സഹോദരി ദുരുപയോഗിക്കപ്പെടുക, സ്വന്തത്തിൽപ്പെട്ട ബന്ധത്തിൽപ്പെട്ട അനേകം വ്യക്തികളുമായി വ്യഭിചാരം എന്ന പാപം ചെയ്യാൻ കാരണമായി തീർന്ന ആസക്തിയുള്ള സ്പർശനം. പലപ്പോഴും ഇതൊരു തെറ്റാണെന്ന് അറിയാതെ ഒരു സ്പർശനം, അല്ലെങ്കിൽ ലൈംഗികമായൊരു സ്പർശനം അതൊരു തെറ്റായി കാണാതെ അത് ഒരു നിസ്സാരമായി കാണുന്ന സമൂഹമാണ് ഇന്നത്തെ യുവതലമുറ. പലപ്പോഴും ഇത് ഒരു പാപമായിട്ട് അംഗീകരിക്കാനോ അതിനെ പാപമായി കാണുവാനോ ഇന്ന് പലർക്കും, പ്രത്യേകിച്ച് യുവതി യുവാക്കൾക്ക് ഇത് സാധിക്കുന്നത്. ഇതെല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ, അതുകൊണ്ട് ഞങ്ങളും ചെയ്യുന്നുണ്ട്, തെറ്റില്ല എന്ന് സ്വയം ന്യായീകരിച്ചുകൊണ്ട് ഇങ്ങനെ ന്യായീകരിക്കുമ്പോൾ തിരിച്ചറിയുക ആ വ്യഭിചാരത്തിലൂടെ കടന്നു വന്നതിന് ദുർഭൂതമാണ്. ഭക്ഷ്യപ്രായ പുസ്തകം 4-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്ന പോലെ വ്യഭിചാരത്തിൻ്റെ ദുർഭൂതമാണ് നമ്മളെ കൊണ്ട് ദൈവത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടി നമ്മൾക്ക് ചില ചിന്തകൾ നൽകും. ഇത് തെറ്റല്ലേ, ഇതെല്ലാവരും ചെയ്യുന്നല്ലേ, ഒന്ന് തൊട്ടു അല്ലെങ്കിൽ ഒന്ന് സ്പർശിച്ചു എന്ന് വിചാരിച്ച് എന്തെങ്കിലും തെറ്റുണ്ടോ, എന്തെങ്കിലും കുറ്റമുണ്ടോ, ഇങ്ങനെ ചിന്തിക്കുന്നത് തിന്മയുടെ ആധിപത്യമാണെന്ന് തിരിച്ചറിയണം. ഇത് പാപം തന്നെയാണ്, ഇത് വ്യഭിചാരത്തിന് തുല്യമായ പ്രവൃത്തിയാണ്. പല പാപങ്ങളുടെയും മൂലകാരണം ഇത് തന്നെയാണ്. പല വ്യക്തികളും വ്യഭിചാരം എന്ന പാപത്തിൽ വീണുപോകാൻ ഒരു കാരണം ഇതാണ്. ഇന്ന് എത്രയോ വ്യക്തികളാണ്, എത്രയോ കുടുംബങ്ങളാണ് തകർന്നു പോകാൻ കാരണമായ പാപത്തിന് മുഖാന്തരമായത് കാരണമായി മാറിയിരിക്കുന്നത്. പലപ്പോഴും ഇന്ന് ഏറ്റവും കൂടുതൽ ഈ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടാൻ ഒരു കാരണം ആസക്തിയുള്ള സ്പർശനമാണ്. ഈ ഒരു പെൺകുട്ടിക്ക് ആരെങ്കിലും എന്നെ സ്പർശിക്കുന്നത് ഒരു തെറ്റല്ല, ഒരു കുറ്റമല്ല എന്ന് അങ്ങനെ സ്വയം ഒരു നീതീകരണം ഉണ്ടെങ്കിൽ അവർ എങ്ങനെയായാലും തീർച്ചയായിട്ടും പാപത്തിൽ വീണുപോകാൻ സാധ്യതയുണ്ട്. കാരണം ഒരു പെൺകുട്ടി ചിന്തിക്കണം, എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ഇന്ന് അനേക ആൺകുട്ടികളും ഇതുപോലെ തന്നെ വ്യഭിചാരത്തിന് അടിമപ്പെട്ടു പോകാൻ കാരണം ലൈംഗികമായ സ്പർശനമാണ്. പ്രത്യേകിച്ച് ചില വ്യക്തിബന്ധങ്ങൾ സ്നേഹബന്ധങ്ങളായി മാറും, അത് ശാരീരിക ബന്ധങ്ങളായി തീരാൻ കാരണം ഈ ലൈംഗികമായ സ്പർശനമാണ്. ആദ്യം ഒന്ന് അടുത്തിരുന്നു, മുട്ടിയിരുന്നു, അല്ലെങ്കിൽ തൊട്ടു എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികളാണ് പിന്നീട് ശാരീരിക ബന്ധത്തിനും അത് മുഖാന്തരമായിട്ട് അബോർഷൻ പോലുള്ള മാരകമായ ഭ്രൂണഹത്യക്ക് കാരണമായി തീരുന്നത്. പലപ്പോഴും ഈ സത്യം തിരിച്ചറിയുക, ഇത് പാപത്തിൻ്റെ ബന്ധനമാണ്, ജഡിക ആസക്തിയുടെ ബന്ധനമാണ് ലൈംഗികമായ സ്പർശനം. ഒരിക്കലും ഒരു വ്യക്തി പോലും എൻ്റെ ശരീരത്തിൽ സ്പർശിക്കാൻ ഞാൻ അനുവദിക്കരുത്. എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവത്തിന് വസിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കരം കൊണ്ട് ദൈവം നിർമ്മിച്ച ദൈവത്തിൻ്റെ ആലയമാണ് എൻ്റെ ശരീരം എന്നൊരു ബോധ്യമുള്ള ഒരു വ്യക്തിയും ഒരിക്കലും തൻ്റെ ശരീരത്തിൽ മറ്റൊരു വ്യക്തി സ്പർശിക്കാൻ അനുവദിക്കുകയില്ല. പരിശുദ്ധ കത്തോലിക്ക സഭയിൽ അറിയപ്പെടുന്ന ഒരു വിശുദ്ധിയാണ് മരിയ ഗൊരിയത്തി. കുഞ്ഞുനാൾ മുതൽ മരിയ എന്ന മകൾ, അവളുടെ അമ്മ പറയും, മോളെ നിൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവത്തിന് വസിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കരം കൊണ്ട് ദൈവം നിർമ്മിച്ച ദൈവത്തിൻ്റെ ആലയമാണ് നിൻ്റെ ശരീരം. മരിക്കേണ്ടി വന്നാലും നിൻ്റെ ശരീരം പാപം ചെയ്യാൻ ആർക്കും വിട്ടുകൊടുക്കരുത്. ഈ മരിയ ഒരിക്കൽ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നപ്പോൾ മരിയയുടെ സഹോദരൻ്റെ കൂട്ടുകാരനായ അലക്സാണ്ടർ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചു. അവളുടെ മുറിയിൽ കടന്നു വന്ന് അവളെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചു. ഈ മരിയ പറഞ്ഞു, അലക്സാണ്ടറെ, എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ഈ ശരീരം പാപം ചെയ്യാൻ ഞാൻ സമ്മതിക്കുകയില്ല, വിട്ടുതരികയില്ല, ഞാൻ പാപം ചെയ്യാൻ തന്നെ അനുവദിക്കുകയില്ല. ഇവൾ ശക്തമായി തൻ്റെ ശരീരത്തിൽ സ്പർശിക്കാൻ അനുവദിക്കാതിരുന്നപ്പോൾ ഈ അലക്സാണ്ടർ എന്ന ചെറുപ്പക്കാരൻ ഒരു മാരകമായ ആയുധമെടുത്ത് ഈ മകളെ ആ ശരീരത്തിൽ കുത്തി മുറിവേൽപ്പിച്ചു. ആ മകൾ രക്തത്തിൽ കിടന്ന് നിലവിളിച്ചപ്പോൾ ആളുകൾ ഓടിക്കൂടി നമ്മളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ആ മകൾ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് അവൾ ആഗ്രഹിച്ചു, എനിക്ക് യേശുവിനെ സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ച അവൾക്ക് വിശുദ്ധ കുർബാന കൊടുക്കാനായിട്ട് ചെന്ന വിരോധം ചോദിച്ചു, മോളെ, ഇപ്പോൾ നീ സ്വീകരിക്കുന്ന ആരെയാണെന്ന് എനിക്കറിയാം. അവൾ പറഞ്ഞു, ഫാദർ, എനിക്കറിയാം, ഞാൻ ഇപ്പോൾ വിശ്വാസത്താൽ കാണുന്നത്, ഇനി കുറച്ച് കഴിയുമ്പോൾ നേരിട്ട് കാണാൻ പോകുന്ന യേശുവിനെയാണ് ഞാൻ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിനക്ക് ആരോടെങ്കിലും എന്തെങ്കിലും കയ്പ് വെറുപ്പുണ്ടെങ്കിൽ ഈ യേശുവിനെ സ്വീകരിക്കാൻ നിനക്ക് യോഗ്യതയില്ല. അതുകൊണ്ട് നിന്നെ മുറിവേൽപ്പിച്ച അലക്സാണ്ടർ, നിനക്ക് എന്തെങ്കിലും വെറുപ്പുണ്ടോ, നിനക്ക് എന്തെങ്കിലും മനസ്സിൽ വെറുപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല, ഞാൻ ആ അലക്സാണ്ടറെ സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു, അലക്സാണ്ടർ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ ആ മരിയ ഗൊരിയത്തി ഇന്നൊരു വിശുദ്ധയായി ജീവിക്കാൻ കാരണം അവളുടെ ശരീരം പാപം ചെയ്യാൻ വിട്ടുകൊടുക്കാതെ പരിശുദ്ധമായി സൂക്ഷിച്ചെന്നൊരു കാരണമാണ്. മരിക്കേണ്ടി വന്നാലും പാപം ചെയ്യില്ല എന്ന് ഹൃദയത്തിൽ തീരുമാനമെടുക്കാനുള്ള കൃപ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട ആസക്തിയാണ് പലപ്പോഴും നമ്മളെ പാപത്തിലേക്ക്, തിന്മയിലേക്ക് നയിക്കുന്നത്. ഇത് വ്യഭിചാരത്തിന് തുല്യമായ പ്രവൃത്തിയാണ് ശാരീരികമായ സ്പർശനം.
പലപ്പോഴും ഇത് തെറ്റല്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചറിയുക, ലൈംഗികമായ സ്പർശനം വ്യഭിചാരം തന്നെയാണ്. വചനം പറയുന്നു, അയൽക്കാരൻ്റെ ഭാര്യയെ പ്രാപിക്കുന്നവനും അവളെ സ്പർശിക്കുന്നവനും ശിക്ഷയേൽക്കാതിരിക്കില്ല. അതായത് പാപത്തിന് ശിക്ഷയുണ്ടെങ്കിൽ ലൈംഗികമായ സ്പർശനത്തിന് ശിക്ഷയുണ്ട് എന്ന് കർത്താവിൻ്റെ വചനം വെളിപ്പെടുത്തുക. ദൈവത്തിൻ്റെ വചനം പറയുന്നു, 1 കൊരിന്ത്യസ് 6-18 പറയുന്നു, വ്യഭിചാരം ഓടി അകലുവിൻ. മനുഷ്യൻ ചെയ്യുന്ന മറ്റെല്ലാ പാപങ്ങളും ശരീരത്തിന് വെളിയിലാണ്. വ്യഭിചാരം ചെയ്യുന്നതിനാട്ടെ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ആലയമായ ഈ ശരീരം പാപം ചെയ്യാൻ കാരണമായി തീരുന്ന ഒരു മുഖാന്തരമാണ് ലൈംഗികമായ സ്പർശനം. മറ്റുള്ള പാപങ്ങൾ ശരീരത്തിന് വെളിയിലാണ്, എന്നാൽ വ്യഭിചാരം ചെയ്താൽ ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു. ശാരീരികമായ സ്പർശനം, ലൈംഗികമായ സ്പർശനം അത് വ്യഭിചാരം തന്നെയാണെന്ന് കർത്താവിന്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. 1 തെസ്സലോനിക്കർ 4:4-5 പറയും, നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. ദൈവത്തെ അറിയാത്ത വിജാതിരെ പോലെ കാമവികാരങ്ങൾക്ക് വിധേയരാകരുത്. നിങ്ങളുടെ ശരീരത്തെ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കണമെന്ന്, എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കേണ്ടതെന്ന് അറിയണമെന്ന് കർത്താവിൻ്റെ വചനം പരിശുദ്ധനായ പൗലോസ് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുകയാണ്. 1 കൊരിന്ത്യസ് 6-15 പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. എൻ്റെ അവയവങ്ങൾ, എൻ്റെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണ് എന്ന് നാം തിരിച്ചറിയണം. അത് പറയാൻ കാരണം, ഈ ശരീരം നമുക്ക് സ്വന്തമല്ല. ദൈവം തൻ്റെ രക്തത്താൽ, കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുത്തിരിക്കുകയാണ് ഈ ശരീരം. അതിന് പറയുന്നു 1 കൊരിന്ത്യസ് 6-19-20 പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല, നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. കർത്താവായ യേശുക്രിസ്തു തൻ്റെ രക്തം വിലയായി നൽകി നിങ്ങളെ വീണ്ടെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ശരീരം നിങ്ങൾക്ക് അവകാശമില്ല, ഈ ശരീരത്തിൽ പാപം ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമില്ല. ഈ ശരീരം യേശുവിൻ്റെ അവയവങ്ങളാണ്, ദൈവത്തിൻ്റെ ആലയമാണ്. എൻ്റെ കണ്ണുകൾ യേശുവിൻ്റെ കണ്ണുകളായി, എൻ്റെ കൈകൾ യേശുവിൻ്റെ കൈകളായി, എൻ്റെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും യേശുവിൻ്റെ അവയവങ്ങളായി മാറിയിരിക്കുകയാണ്. കാരണം യേശുവിനെ തൻ്റെ രക്തത്താൽ വീണ്ടെടുത്തിരിക്കുകയാണ്, വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുകയാണ്. ഇതൊരിക്കലും പാപത്തിന് വിട്ടുകൊടുക്കാൻ അനുവാദം ഇല്ല. ഇന്ന് പലപ്പോഴും ലൈംഗികമായ ജഡികമായ ആസക്തി മൂലമുള്ള സ്പർശനം മൂലം ഹൃദയത്തിൽ ആസക്തി വിതയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മുളച്ചു വളർന്ന് വലുതായി നമ്മളെ കൊണ്ട് അനേക പാപം ചെയ്യിക്കുമെന്ന് നാം തിരിച്ചറിയണം. പലപ്പോഴും ഇന്ന് അനേകം വ്യക്തികൾ രോഗികളായി തീരാൻ കാരണം ഈ ആസക്തിയുള്ള സ്പർശനം മൂലം ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വ്യഭിചാരത്തിൻ്റെ ആസക്തി മൂലമുണ്ടായ രോഗപീഠകളാണ്. ബാല്യം മുതൽ തങ്ങളെ വേദനിപ്പിച്ച, മുറിവേൽപ്പിച്ച, പാപം ചെയ്യാൻ പ്രേരിപ്പിച്ച, ലൈംഗികമായി ദുരുപയോഗിച്ച, ലൈംഗികമായ ആസക്തിയോടെ സ്പർശിച്ച ചില വ്യക്തികളുടെ ഹൃദയത്തിലുണ്ടാകുന്ന വിട്ടുമാറാത്ത വെറുപ്പ്, മരിച്ചാലും ഞാൻ മറക്കില്ല എന്ന് ഹൃദയത്തിൽ എഴുതിയിരിക്കുന്ന ചില വ്യക്തികളുടെ വെറുപ്പ്, ആ വ്യക്തികളോട് ക്ഷമിച്ച്, സ്നേഹിച്ച്, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ രോഗപീഠകൾ അപ്രത്യക്ഷമാകുന്ന കാണാൻ സാധിക്കും. ഒരിക്കലും ഒരു 70 വയസ്സ് പ്രായമായ ഒരു മാതാവ് ധ്യാനം കൂടെ കടന്നു വന്നു. ആ വളരെ രോഗത്തിൻ്റെ ബന്ധനത്തിൽ കടന്നു വന്ന ആ പ്രിയ മാതാവിന് കർത്താവ് സൗഖ്യം നൽകാനുണ്ടായ ഒരു അനുഭവം പങ്കുവെക്കുക. പ്രിയ മാതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ക്ഷമിക്കുന്നു പറഞ്ഞ് എനിക്ക് ക്ഷമിക്കാൻ പറ്റണ്ടേ? കാരണം എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ഒരാളോട് ഭയങ്കര വെറുപ്പാ. എന്താ കാരണം ചോദിച്ചു, എൻ്റെ 5 വയസ്സ് പ്രായമുള്ളപ്പോൾ എന്നെ ദുരുപയോഗിച്ച, ലൈംഗികമായി സ്പർശിച്ച ആ വ്യക്തിയോട് ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൽ വെറുപ്പാ. മരിച്ചാലും ഞാൻ വ്യക്തി മറക്കില്ല. ഈ പ്രിയ മാതാവിൻ്റെ ഹൃദയത്തിൽ 5 വയസ്സ് പ്രായമുള്ളപ്പോൾ വിതയ്ക്കപ്പെട്ട വെറുപ്പ്, ആ പ്രിയ മാതാവ് വളരുന്നതോടൊപ്പം തന്നെ ഈ വെറുപ്പ് വളർന്ന് ഇപ്പോൾ ആ വെറുപ്പ് വലിയൊരു ബന്ധനമായി മാറിയിരിക്കുക. ആ വെറുപ്പിൻ്റെ ബന്ധനത്തിൽ നിന്നുണ്ടായ രോഗപീഠകൾ, ശാരീരികമായ രോഗപീഠകൾ ആ പ്രിയ മാതാവിനെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്നാൽ ആ ധ്യാനത്തിൽ വെച്ച് തന്നെ വേദനിപ്പിച്ച, മുറിവേൽപ്പിച്ച ആ വ്യക്തിയോട് യേശുവിൻ്റെ നാമത്തിൽ ക്ഷമിച്ച്, സ്നേഹിച്ച് ആ വ്യക്തിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ വർഷങ്ങളാണ് തന്നെ രോഗപീഠകൾ, ശാരീരികമായ രോഗപീഠകൾ ആ നിമിഷം തന്നെ പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് അനേക നാളുകളായി മരുന്ന് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന രോഗത്തിന് ഒരു മരുന്നുമില്ലാതെ, ഒരു ചികിത്സയില്ലാതെ ഒരു നിമിഷം കൊണ്ട് അത്ഭുത സൗഖ്യം ലഭിക്കുന്നത് കാണാൻ സാധിച്ചു. അതുകൊണ്ട് സാധാരണ പറയാറുണ്ട്, പ്രത്യേകിച്ച് അമ്മമാരോട് പറയാറുണ്ട്, നിങ്ങളുടെ പെൺകുട്ടികളെ ഒരിക്കലും ഒരു സ്ഥലത്തും ഒറ്റയ്ക്ക് വിടരുത്. ഇന്ന് ഏറ്റവും കൂടുതൽ
ലൈംഗികമായ ശാരീരികമായ സ്പർശനത്തിലൂടെ അനേകം പെൺകുട്ടികൾ ഇതാരോടും പറയാതെ, വിശുദ്ധ കുമ്പസാരത്തിൽ പോലും പറയാതെ രഹസ്യമായി ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. ഈ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഇത് ഒരു രോഗമായി മാറാൻ പിന്നീട് അത് കാരണമായി തീരുന്നു. അനേകം മാനസികമായ ശാരീരികമായ രോഗത്തിൻ്റെ ഒരു മൂല കാരണം പരിശോധിച്ചാൽ ബാല്യത്തിൽ, കൗമാരത്തിൽ, യൗവനത്തിൽ ദുരുപയോഗിക്കപ്പെട്ടത് മൂലമുണ്ടാകുന്ന മാനസിക പീഡനങ്ങളാണ്, മാനസികമായ ശാരീരികമായ രോഗപീഠകളാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. സാധാരണ ഞങ്ങൾ അമ്മമാരോട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ മകളെ സ്വന്തം വീട്ടിൽ പോലും അല്ലെങ്കിൽ സ്വന്തക്കാരുടെ ബന്ധുക്കാരുടെ വീട്ടിൽ പോലും ഒറ്റയ്ക്ക് വിടരുത്. മാതാവ് കൂടെ ഇല്ലാതെ അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ ഇല്ലാതെ ഒറ്റയ്ക്ക് നിങ്ങളുടെ പെൺമക്കളെ മറ്റൊരിക്കലും ഒരു സ്ഥലത്തും വിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അനേകം പെൺകുട്ടികളുടെ കണ്ണുനീര് കണ്ടതുകൊണ്ടാണ് ഈ വിഷയം പറയുന്നത്. അനേകം പെൺകുട്ടികൾ ശാരീരികമായി ദുരുപയോഗിക്കപ്പെടാൻ കാരണം സ്വന്തക്കാരിൽ നിന്ന്, ബന്ധക്കാരിൽ നിന്ന്, രക്തബന്ധത്തിൽ നിന്ന് പോലും ശാരീരികമായി പീഡനം അനുഭവിച്ച് ഇതാരോടും പറയാതെ ഒരു വിശുദ്ധ കുമ്പസാരത്തിൽ പോലും തുറന്നു പറയാൻ ഭയപ്പെട്ട് ആ ഹൃദയത്തിൽ വേദന ഉള്ളിൽ ഒതുക്കി, ആ വേദന മനസ്സ് മരവിക്കുന്ന വേദന, ആരോടും പറയാൻ കഴിയാത്ത വേദന, മരിച്ചാൽ മതി, ചത്താൽ മതി, ഇനി എന്തിനെങ്ങനെ ജീവിക്കും, ഇതിലും ഭേദം ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്ന് ചിന്തിച്ച് വേദനിച്ച് ആ വേദന മാനസികമായി ശാരീരികമായി രോഗമായി അസ്വസ്ഥതയായി പഠിക്കാൻ കഴിവ് നഷ്ടപ്പെട്ടവരായി, ചിന്തിക്കാൻ മനസ്സ് നഷ്ടപ്പെട്ടവരായി, ഓർമ്മശക്തി നഷ്ടപ്പെട്ടവരായി അനേകം കുഞ്ഞുങ്ങൾ ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നാം തിരിച്ചറിയണം, ശാരീരികമായ സ്പർശനം അത് വ്യഭിചാരത്തിന് തുല്യമായ ഒരു പ്രവൃത്തിയാണ്. ദൈവസ്ഥനിൽ അനുദപിക്കണം, ഏറ്റുപറയണം, പാപക്ഷമ സ്വീകരിക്കാൻ വിശുദ്ധ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കണം. പലപ്പോഴും പല വ്യക്തികളുടെയും രോഗപീഠയുടെ മൂലകാരണം ശാരീരികമായ സ്പർശനമാണ്, ലൈംഗികമായ ദുരുപയോഗിക്കലാണ് എങ്കിൽ അത് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കണം. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ ആവർത്തന പുസ്തകം 22-ാം അധ്യായം 25-ാം വാക്യം പരിശോധിക്കുമ്പോൾ, ഒരുവൻ അന്യപുരുഷന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു യുവതിയെ വയൽ വെച്ച് കാണുകയും അവളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്താൽ അവളോടുകൂടെ ശയിച്ച പുരുഷനെ വധിക്കണമെന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുകയാണ്. അതായത് ബലാത്സംഗം എന്ന് പറയുന്നത് ലൈംഗികമായ സ്പർശനമാണ്, ആസക്തിയോടുള്ള സ്പർശനമാണ്. അത് വ്യഭിചാരം തന്നെയാണ്. ബലാത്സംഗം വ്യഭിചാരം തന്നെയാണെന്ന് കർത്താവിന്റെ വചനം വെളിപ്പെടുത്തുക. അന്യപുരുഷന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു സ്ത്രീയെ വയൽ വെച്ച് കാണുകയും അവളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്താൽ അവളോട് ശയിച്ച പുരുഷനെ വധിക്കണം. കാരണം അത് വ്യഭിചാരമാണ്. ലൈംഗികമായ സ്പർശനം വ്യഭിചാരം തന്നെയാണ്. അങ്ങനെ ആ പാപം മറച്ചു വയ്ക്കുമ്പോൾ അത് പാപത്തിൻ്റെ അനന്തരഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. അത് ശാരീരികമായ മാനസികമായ അസ്വസ്ഥതകൾക്ക്, രോഗങ്ങൾക്കും കാരണമായി തീരും. അതുകൊണ്ട് നാം ചെയ്യേണ്ടത്, ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെ ആരെങ്കിലും ലൈംഗികമായി ദുരുപയോഗിക്കുകയോ ലൈംഗികമായി സ്പർശിക്കുന്നുണ്ടെങ്കിൽ അത് പാപമാണ് തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ അനുദപിക്കണം. ഒരു സത്യകുമ്പസാരത്തിലൂടെ ദൈവസന്നിധിയിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. വികാരം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം ആളുന്ന തീ പോലെയാണ്. നമുക്കറിയാം, ഒരു ആള് കത്തുന്ന തീ അത് കെടുത്താൻ വളരെ പാടാണ്. അതുപോലെ തന്നെയാണ് മനസ്സിനുണ്ടാകുന്ന ആസക്തികൾ. ചില വ്യക്തിയുടെ ഹൃദയത്തിലുണ്ടാകുന്ന ജഡിക ആസക്തികൾ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. വീണ്ടും വചനം പറയുകയാണ്, ജീവിതം പൂർണ്ണമായി നശിപ്പിക്കുന്നവരെ അത് അടങ്ങുകയില്ല. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതം നശിച്ചു പോകാൻ കാരണമായി തീരുന്ന ഒന്നാണ് അടക്കാൻ കഴിയാത്ത ജഡിക വികാരങ്ങൾ. ഇത് ഒരു മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടോ കഴിവ് കൊണ്ടോ അടക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ മേൽ തിന്മയ്ക്ക് ആധിപത്യമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് ആ ജഡികമായ ആസക്തികളെ യേശുവിൻ്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കല്ലാതെ വേറൊരു മാർഗമില്ല. യേശുവേ, നിൻ്റെ പരിശുദ്ധമായ രക്തത്താൽ എൻ്റെ ഹൃദയത്തെ കഴുകണമേ, ഹൃദയത്തിലെ വിചാരങ്ങളെ, വികാരങ്ങളെ, സങ്കല്പങ്ങളെ, ഭാവനകളെ, മോഹങ്ങളെ നിൻ്റെ രക്തത്താൽ കഴുകണമേ എന്ന് ആഗ്രഹത്തോടെ, ദാഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുള്ള വചനം, ആ വചനത്തിൻ്റെ യോഗ്യതയാൽ നമുക്ക് വിടുതലുണ്ട്, സൗഖ്യമുണ്ട്. മത്തായി സുവിശേഷം 18:7 പറയുന്നു, പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതം, പ്രലോഭന ഗേതു ആകുന്നതിന് ദുരിതം. ഈ പ്രലോഭനങ്ങൾ ലോകത്തിൽ ഉണ്ടാകാം, എന്നാൽ പ്രലോഭനം നൽകുന്നവന് അത് ദുരിതമാണെന്ന് കർത്താവിൻ്റെ വചനം പറയുകയാണ്. അപ്പോൾ എൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന ജ്വലിക്കുന്ന ജഡിക ആസക്തി ഞാൻ മറ്റുള്ളവർക്ക് പ്രലോഭനമായി, മറ്റുള്ളവരെ പാപത്തിലേക്ക് നയിക്കാൻ കാരണമായി തീരുമ്പോൾ ഞാൻ ഒരു പാപത്തിന് മുഖാന്തരമായി തീരുന്നു, പാപത്തിൻ്റെ കാരണമായി തീരുന്നു, ഞാൻ പാപം ചെയ്യാൻ കാരണമായി തീരുന്നു.
നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന ജഡികമായ ആസക്തികളാണ് മറ്റുള്ളവരെ പാപത്തിലേക്ക് നയിക്കാൻ കാരണമെങ്കിൽ ഈ ജഡിക ആസക്തികളെ യേശുവിൻ്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണം. ഒരു ദിവസം സാധിച്ചില്ലെങ്കിൽ 2 ദിവസം സാധിച്ചില്ലെങ്കിൽ അനേക ദിവസങ്ങൾ പ്രാർത്ഥിച്ച്, കർത്താവായ യേശുവേ, നിന്റെ പരിശുദ്ധമായ രക്തത്താൽ എൻ്റെ ഹൃദയത്തിലെ ജഡികമായ ആസക്തികളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് ദിനം പ്രതി യേശുവിൻ്റെ തിരുമുറിൽ സമർപ്പിച്ച രക്തത്താൽ കഴുകൽ പ്രാപിക്കാൻ സാധിക്കണം. വീണ്ടും നമ്മുടെ മേൽ ആധിപത്യം എടുത്തിരിക്കുന്ന വ്യഭിചാരത്തിൻ്റെ ദുർബോധത്തെ, വ്യഭിചാരത്തിൻ്റെ ആസക്തികളെ, ജഡിക ആസക്തികളെ നാം തന്നെ ശാസിച്ച് ബഹിഷ്കരിക്കണം. കർത്താവായ യേശു ക്രിസ്തു പിശാചിനെ മുഖത്ത് പറഞ്ഞു, സാത്താനെ ദൂരെ പോകും. നമ്മളും പറയണം, നമ്മുടെ ഹൃദയത്തിൽ നമ്മളെ വേട്ടയാടുന്ന, നമ്മളെ പ്രലോഭനത്തിലേക്ക് നയിക്കുന്ന, നമ്മളെ നാശത്തിലേക്ക് നയിക്കുന്ന, മറ്റുള്ളവർക്ക് പ്രലോഭനം നൽകാൻ കാരണമായി തീർന്ന ജഡിക ആസക്തികളെ നാം യേശുവിൻ്റെ നാമത്തിൽ ബഹിഷ്കരിക്കണം, ദൂരത്താക്കണം. ചിലരുടെ കണ്ണിൻ്റെ ദുരാസക്തി, ചിലരുടെ ഹൃദയത്തിൽ ചിന്തകൾ മൂലമുണ്ടാകുന്ന ദുരാസക്തി, ചിലരുടെ ഹൃദയത്തിൽ ഒരുപക്ഷെ മനസ്സിൽ പോലും ആഗ്രഹിക്കുന്ന പക്ഷേ കരങ്ങൾ അറിയാതെ പാപത്തിലേക്ക്, കാലുകൾ അറിയാതെ പ്രലോഭനത്തിലേക്ക്, ജഡിക ആസക്തികളിലേക്ക് പോകുന്നു. ചില പ്രത്യേകിച്ച് യുവതിവാക്കൾ പറയാറുണ്ട്, എനിക്ക് പാപം ചെയ്യണമെന്ന് ആഗ്രഹമില്ല, പക്ഷെ ഞാൻ എതിർ ലിംഗത്തിൽപ്പെട്ട ഓപ്പോസിറ്റ് സെക്സിൽ കണ്ട ഒരു വ്യക്തി കാണുമ്പോൾ ഞാൻ അറിയാതെ നോക്കിപ്പോവുകയാണ്, ഞാൻ അറിയാതെ എൻ്റെ കണ്ണുകൾ ആ വ്യക്തിയെ നോക്കിപ്പോവുക. ഇനി അതൊരു പുരുഷനായാലും സ്ത്രീ ആയിരിക്കണമെന്നില്ല, ഒരു വസ്ത്രം കണ്ടാൽ പോലും, ഒരു സ്ത്രീയുടെ വസ്ത്രം കണ്ടാൽ ഞാൻ അറിയാതെ നോക്കിപ്പോവുക, ഒരു പുരുഷൻ്റെ വസ്ത്രം കണ്ടാൽ ഞാൻ അറിയാതെ എൻ്റെ ഹൃദയത്തിൽ ജഡിക ആസക്തി ഉണ്ടാകുക. ഇതിൻ്റെ പിന്നിൽ തിന്മയ്ക്ക് ആധിപത്യമുണ്ട് തിരിച്ചറിയുക. ഇതിൻ്റെ പിന്നിൽ പാപത്തിൻ്റെ വിത്തുകൾ ഉണ്ട് എന്ന് തിരിച്ചറിയുക. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ സ്പർശനത്തിലൂടെ വിതയ്ക്കപ്പെട്ട ജഡിക ആസക്തികളാണ് എന്നെ ഈ പ്രലോഭനത്തിലേക്ക് നയിക്കാൻ തിരിച്ചറിഞ്ഞ്, കർത്താവായ യേശുവേ, അവിടുത്തെ പരിശുദ്ധമായ രക്തത്താൽ എന്നെ കഴുകണമേ. പ്രലോഭനങ്ങൾ കേതുവാകുന്നവന് ദുരിതമെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ കാരണമായ, ദൈവത്തിൻ്റെ ആലയമായ എൻ്റെ ശരീരം പിശാചിൻ്റെ ആലയമായി തീരാൻ കാരണമായ ഈ ജഡിക ആസക്തിയിൽ നിന്ന്, ഈ ആസക്തികൾ മൂലമുള്ള ലൈംഗികമായ സ്പർശനത്തിൽ നിന്ന്, ജഡികമായ സ്പർശനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ വേണ്ടി വലിയ ആഗ്രഹത്തോടെ, ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെ എൻ്റെ ശരീരം ഞാൻ എപ്പോഴെങ്കിലും ജഡിക ആസക്തിക്ക് വിട്ടുകൊടുത്തിട്ടുണ്ടോ? മറ്റുള്ളവരെന്നെ സ്പർശിക്കുവാൻ, ലൈംഗികമായി സ്പർശിക്കുവാൻ ഞാൻ കാരണമായി തീർന്നിട്ടുണ്ടോ? മറ്റുള്ളവരെ എൻ്റെ ഹൃദയത്തിൽ ആളുന്ന ജഡിക വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ഞാൻ ആരെങ്കിലും സ്പർശിക്കാൻ കാരണമായിട്ടുണ്ടോ? ഞാൻ മൂലം മറ്റുള്ളവർ വ്യഭിചാരം എന്ന പാപം ചെയ്യാൻ കാരണമായിട്ടുണ്ടോ? കർത്താവേ, എന്നോട് കരുണയായിരിക്കണമേ, അവിടുത്തെ പരിശുദ്ധമായ രക്തത്താൽ കഴുകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മേൽ ആധിപത്യം എടുത്തിരിക്കുന്ന എല്ലാത്തിനും ആധിപത്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ബഹിഷ്കരിച്ചുകൊണ്ട്, വിട്ടുപോകാൻ പറഞ്ഞുകൊണ്ട്, യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ചുകൊണ്ട് ഇപ്പോൾ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടാൻ വേണ്ടി നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ബാർക്കുമോർ, ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കും ഞങ്ങളുടെ സ്വർഗീയ പിതാവെന്നുള്ള ദൈവമേ, ആസക്തിയോടെ സ്പർശിക്കുന്നവൻ വ്യഭിചാരം എന്ന പാപം ചെയ്യുന്നുവെന്ന് ഞങ്ങൾ ഈ വചനത്തിലൂടെ കേൾക്കുവാൻ കർത്താവിൻ്റെ മുഖാന്തരമായല്ലോ. കർത്താവെ, ഞങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവത്തിന് വസിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കരം കൊണ്ട് ദൈവം നിർമ്മിച്ച ദൈവത്തിൻ്റെ ആലയമായ ഈ ശരീരം ലൈംഗികമായ സ്പർശനത്തിന് ജഡികമായ ആസക്തിയോടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന, ആളിക്കത്തുന്ന അഗ്നി പോലെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ഏതെങ്കിലും ജഡിക വികാരങ്ങൾക്ക് അടിമപ്പെട്ട് എൻ്റെ ശരീരം ഞാൻ പാപത്തിന് വിട്ടുകൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ കർത്താവെ, കരുണയായിരിക്കണമേ. അവിടുത്തെ പരിശുദ്ധമായ രക്തത്താൽ കഴുകണമേ. അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്ന പോലെ പരിശുദ്ധിയിൽ ജീവിക്കാനുള്ള കൃപ യേശു രക്തത്താൽ ഞങ്ങൾക്ക് വിശുദ്ധീകരണം നൽകി. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ മേൽ ഭരണം നടത്തിയിരിക്കുന്ന എല്ലാ ജഡിക ആസക്തികളെ യേശുവിൻ്റെ നാമത്തിൽ പിഴുതെറിയുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഇപ്പോൾ ഈ സ്വരം കേൾക്കുന്ന ആരെങ്കിലും ജഡികമായ ആസക്തിയിൽ കടിമപ്പെട്ട് കർത്താവേ, ദൈവത്തിൻ്റെ ആലയമായ സ്വന്തം ശരീരം പാപത്തിന് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ശരീരം പരിശുദ്ധമായി തീരുവാൻ തക്കവണ്ണം എല്ലാ പ്രലോഭനങ്ങളെയും ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ജഡിക ആഗ്രഹങ്ങളെ, ജഡിക ആസക്തികളെ നസ്രാനായ യേശുവിൻ്റെ നാമത്തിൽ, സ്വർഗത്തിനും ഭൂമിക്കും പാതാളത്തിനും മേലെ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് വിടു നൽകി അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തം ഇപ്പോൾ ഈ സ്വരം കേൾക്കുന്ന എല്ലാവരുടെ ഹൃദയത്തിലേക്ക് വന്ന് നിറയട്ടെ. യേശുവിൻ്റെ രക്തത്താൽ എല്ലാ ജ്വലിക്കുന്ന എല്ലാ ജഡിക ആസക്തികളെ യേശുവിൻ്റെ രക്തത്താൽ നിർവീര്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ആലയമായ, പരിശുദ്ധ ആലയമായ ശരീരമായി തീരുവാൻ കർത്താവ് ഈ സ്വരം കേൾക്കുന്ന എല്ലാവരുടെ ശരീരങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധിയമ്മേ, ദൈവമാതാവേ, യേശുവിനെ ഹൃദയത്തിൽ ഉദരത്തിൽ സ്വീകരിക്കാൻ തക്കവണ്ണം പരിശുദ്ധിയമ്മ അവിടുന്ന് എത്രമാത്രം പരിശുദ്ധിയായി തീർന്നോ ആ പരിശുദ്ധിയാൽ ഞങ്ങൾ നിറയേണ്ടതിന് ഞങ്ങളുടെ മേലുള്ള എല്ലാ ജഡിക ആസക്തികളെ യേശുവിൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരണം പ്രാപിച്ച് പരിശുദ്ധാത്മ നയിക്കപ്പെടണം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സർശുദ്ധിമാന്മാരെ, ശുദ്ധിമതിയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ
യേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ, ആമേൻ.